അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലൂയിസ് റെപ്രസെന്റേഷൻ ഓഫ് മോളിക്യൂൾ. ലൂയിസ് representation of molecule. ഈ ലൂയിസിന്റെ റെപ്രസെന്റേഷൻ മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് മോളിക്യൂളിനെ കുറിച്ച് പറയുമ്പോൾ മോളിക്യൂളിന് ഒരു സെൻട്രൽ ആറ്റം ഉണ്ടായിരിക്കും. ഒരു സെൻട്രൽ ആറ്റം കാണും. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും കോർണർ ആറ്റംസ് കാണും. നമുക്കൊരു മോളിക്യൂളിനെ തന്നാൽ ഇതിനകത്തുനിന്ന് സെൻട്രൽ ആറ്റം ഏതാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? എണ്ണത്തിൽ കുറവുള്ള ആറ്റത്തിനെ നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് എഴുതും. സെൻട്രൽ ആറ്റം ഉദ്ദേശിക്കുന്നത് നടുക്കൊരു ആറ്റം എഴുതുക, അതിന് ചുറ്റുമായിട്ട് മറ്റു ആറ്റങ്ങളെ എഴുതുക, എന്നിട്ട് അതിനിടയിലുള്ള ബോണ്ടുകളൊക്കെ കാണിക്കുക. ഇതാണ് ലൂയിസ് റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആറ്റമായിട്ട് ആരെ എഴുതണം? NF3 എന്നൊരു മോളിക്യൂൾ പറഞ്ഞാൽ എണ്ണത്തിൽ കുറവുള്ള ആളാരാണ്? നൈട്രജൻ ആറ്റമാണ്. അപ്പൊ അതിനെ നമ്മൾ സെൻട്രൽ ആയിട്ട് എഴുതുക, ബാക്കിയുള്ള ആറ്റങ്ങളെ കോർണർ ആറ്റങ്ങളായിട്ട് എഴുതുക. ഈ സെൻട്രൽ ആറ്റത്തിന് ഒക്ടക്റ്റ് എന്ന് പറയുന്നതാണ് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ഔട്ടർ ഷെല്ലിൽ ഈ സെൻട്രൽ ആറ്റത്തിന്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ. ഒരിക്കലും കുറയാൻ പാടില്ല. നെവർ ലെസ് ദാൻ 8. സെൻട്രൽ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം ഒരിക്കലും 8ൽ കുറയാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കോർണർ ആറ്റത്തിന്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും. കോർണർ ആറ്റത്തിന്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞേണ്ടത്? ഇനി ചെയ്യേണ്ടത്, ഇനി മോളിക്യൂളിന്റെ സ്ട്രക്ചർ എഴുതാനായിട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. മോളിക്യൂളിനെ തന്നു കഴിയുമ്പോൾ ആ മോളിക്യൂളിനകത്തുള്ള ആകെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം Q എന്ന് എഴുതും. ഇതെങ്ങനെ നമുക്ക് കിട്ടുക? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം, വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് if there are any negative charge, number of negative charges. നെഗറ്റീവ് ചാർജ് എപ്പോഴാണ് വരുന്നത്? ഒരു ഇലക്ട്രോൺ അഡീഷണൽ ആയിട്ട് വരുമ്പോഴാണ് ആ സ്പീഷീസിൽ നെഗറ്റീവ് ചാർജ് വരിക. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ എണ്ണം കൂടെ കൂടി എന്നാണ് അർത്ഥം. മൈനസ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പൊ Q എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് മോളിക്യൂളിനെ നമ്മുടെ കയ്യിലേക്ക് റെപ്രസെന്റേഷൻ എഴുതാൻ വേണ്ടി മോളിക്യൂളിനെ തന്നു കഴിയുമ്പോഴേക്കും ഒരു ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ നമുക്ക് ഏകദേശമൊക്കെ അറിയാമല്ലോ. ഈ നിയോൺ വരെയൊക്കെയുള്ള ആറ്റങ്ങളെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അത്രയും ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലാം കൂടെ കൂട്ടുക. എല്ലാ ആറ്റങ്ങളിലെയും വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക. നമുക്ക് തന്നിരിക്കുന്ന സ്പീഷീസിൽ എന്തെങ്കിലും നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടുക. അതിൻ്റെ കൂടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും കുറയ്ക്കുക. അപ്പൊ നമുക്ക് Q എന്ന് പറയുന്ന വാല്യൂ കിട്ടും. Q എന്ന വാല്യൂ കിട്ടി കഴിഞ്ഞിട്ട് സെൻട്രൽ ആറ്റത്തിന് എഴുതുക. സെൻട്രൽ ആറ്റം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ കോർണർ ആറ്റംസ് എഴുതുക. സെൻട്രൽ ആറ്റത്തിനെയും കോർണർ ആറ്റത്തിനെയും കൂട്ടിച്ചേർത്ത് നമ്മൾ ഓരോ സിംഗിൾ ബോണ്ടുകൾ വരയ്ക്കും. സിംഗിൾ ബോണ്ടുകൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ബോണ്ട് പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. എങ്ങനെ കിട്ടുക? ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 2 into നമ്പർ ഓഫ് ബോണ്ട്സ്. ഇതൊന്ന് എഴുതി പോക്കോണേ. 2 into നമ്പർ ഓഫ് ബോണ്ട്. നമ്മൾ ഓരോ സിംഗിൾ ബോണ്ടുകൾ വരച്ചു. ആ ബോണ്ടുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അത് into 2. അപ്പൊ ബോണ്ട് പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഇലക്ട്രോണുകൾ. കോവലന്റ് ബോണ്ടുകൾ ഉണ്ടാവും. ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത്
കോവലന്റ് ബോണ്ടുകൾ ഉണ്ടാവുന്ന അതിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളുണ്ട്. അതല്ലാതെ വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോണുകളുണ്ട്. ആ വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ എത്ര എണ്ണമുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ നിന്ന് ബോണ്ട് പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയ്ക്കാം. അപ്പൊ നമുക്ക് ലോൺ പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം. വാലൻസ് ഷെല്ലിലും എല്ലാം കൂടി ആ സ്പീഷീസിൽ ബോണ്ടിങ്ങിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ആകെ എത്രയുണ്ടെന്ന് നോക്കുക. അതിൽ നിന്ന് ബോണ്ട് പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയ്ക്കുക. ഈ ലോൺ പെയർ ഇലക്ട്രോൺസിനെ നമുക്ക് ഒന്നുകിൽ ലോൺ പെയർ ആയിട്ട് തന്നെ എഴുതാം. ഓരോ ആറ്റത്തിലെയും ലോൺ പെയർ ഈ 2 ഇലക്ട്രോണുകളെ വീതമാണ് നമ്മൾ ഡോട്ട് ഇട്ട് കാണിക്കുക. രണ്ടെണ്ണം വീതമാണ് വരയ്ക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ അതിൽ ഇനി ഒക്ടക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ഇലക്ട്രോണുകളെ ഡബിൾ ബോണ്ട് ആക്കി വേണമെങ്കിൽ വരയ്ക്കാം. ഒക്ടക്റ്റ് പിന്നെയും കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവരെ വേണമെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ ഒന്നുകിൽ ലോൺ പെയറിന് ലോൺ പെയർ ആയിട്ട് മാത്രം എഴുതുക, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആക്കി വരയ്ക്കുക, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആക്കി വരച്ചുകൊണ്ട് നമുക്ക് ഈ മോളിക്യൂളിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കാണിക്കേണ്ടത്. Then, if the species has a positive charge, ആ സ്പീഷീസിൽ നമുക്ക് തന്നിരിക്കുന്ന സ്പീഷീസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ എഴുതണം? Put it on central atom. പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് എവിടെ കൊടുക്കുക? സെൻട്രൽ ആറ്റത്തിൽ കൊടുക്കുക. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എവിടെ കൊടുക്കണം? കോർണർ ആറ്റത്തിൽ കൊടുക്കണം. ഏത് കോർണർ ആറ്റത്തിലാണ് നെഗറ്റീവ് ചാർജ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ആ നെഗറ്റീവ് ചാർജ് വരയ്ക്കും. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സെൻട്രൽ ആറ്റത്തിൻ്റെതാണ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആരുടേതാണ്? കോർണർ ആറ്റത്തിൻ്റെയാണ്. ഇതാണ് ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്നാമത്തേത് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ലൂയിസ് റെപ്രസെന്റേഷൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വി ഹാവ് ടു കാൽക്കുലേറ്റ് Q. ഹൈഡ്രജന്റെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 2 ആറ്റത്തിലും കൂടി 2 വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ആയിട്ടും അല്ലാത്തതായിട്ടും എല്ലാം കൂടെ ആകെ 2 ഇലക്ട്രോണുകളേ ഉള്ളൂ. 2 ഇനി എന്താ ചെയ്യാ? സെൻട്രൽ ആറ്റം കോർണർ ആറ്റം എന്നൊന്നും പറയാനില്ല. ആകെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളേ ഉള്ളൂ. അതിനിടയിൽ നമ്മൾ ഒരു സിംഗിൾ ബോണ്ട് വരച്ചു. ബോണ്ട് പെയർ എത്ര? 2 ഇൻറ്റു ബോണ്ട് 2. ലോൺ പെയർ ഉണ്ടോ? ഇല്ല. Q മൈനസ് ബോണ്ട് പെയർ ആണ് ലോൺ പെയർ. ലോൺ പെയർ ഒന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ലൂയിസ് റെപ്രസെന്റേഷൻ. ഓവർ. ഓക്സിജൻ മോളിക്യൂൾ വരയ്ക്കാം. Q കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 എന്ന് വെച്ചാൽ ഓക്സിജൻ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലില് 6 ഇലക്ട്രോണുകൾ ഉണ്ട്. 6 ഇലക്ട്രോണുകളിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. 2 ഓക്സിജൻ ആറ്റത്തിലും 6 ഇലക്ട്രോൺ വീതം ആകെ 12 ഇലക്ട്രോണുകൾ. ഓക്കെ, നമ്മൾ 2 ഓക്സിജൻ ആറ്റം വരച്ചു. അതിനിടയിൽ ഒരു സിംഗിൾ ബോണ്ട് വരച്ചു. നൗ ഹൗ മെനി ബോണ്ട് പെയർസ്? ഒരു ബോണ്ടാണ് ഉള്ളത്. ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 2. ലോൺ പെയർ ഇലക്ട്രോൺസ് LP എന്നാണ് എഴുതിയത്. ലോൺ പെയർ ആകെയുള്ള 12 മൈനസ് ബോണ്ട് പെയർ ഇലക്ട്രോൺ 2 സമം 10. ഈ 10 ഇലക്ട്രോണുകളെ നമ്മൾ ഈ ആറ്റങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവരുടെ ഇലക്ട്രോണുകളല്ലേ ഇത്? ഇവരുടെ വാലൻസ് ഷെല്ലിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോണുകളാണ്. അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം. കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? 8ൽ കൂടി പോകരുത്. 2 കോർണർ ആറ്റെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കോർണർ ആറ്റത്തിന്റെ ഒക്ടക്റ്റിൽ കൂടുതൽ ഇലക്ട്രോണുകൾ നമ്മൾ കൊടുക്കരുത്. അപ്പൊ കൊടുത്തു നോക്കാം. ഇലക്ട്രോണുകൾ ഈ 2 എണ്ണം വീതം കൊടുക്കുക. 2 4 6 ഇലക്ട്രോണുകൾ ഒന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിന് കൊടുത്തു. ഈ ബോണ്ട് പെയർ ഇലക്ട്രോണുകളും കൂടി ഓക്സിജൻ ആറ്റത്തിന് ഉള്ളതാണ്. അപ്പോൾ 2 4 6 8. അപ്പൊ ഈ ഓക്സിജന്റെ ഒക്ടക്റ്റ് തീർന്നു. ഇനി 10 ഇലക്ട്രോണുകളാണ് ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉള്ളത്. 2 4 6 ഇലക്ട്രോണുകൾ നമ്മളിവിടെ കൊടുത്തു. ഇനി 4 ഇലക്ട്രോണുകളും കൂടി ഉണ്ട്. അത് രണ്ടാമത്തെ ഓക്സിജൻ ആറ്റത്തിന് കൊടുത്തു. അപ്പൊ ഈ ഓക്സിജൻ ആറ്റത്തിന് 2 പെയർ ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. ഇപ്പൊ ആകെ 10 ഇലക്ട്രോണുകളായി. 2 4 6 8 10 ലോൺ പെയർ ഇലക്ട്രോണുകളുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്
ഈ ആറ്റങ്ങളുടെ, ഈ രണ്ട് ആറ്റങ്ങളുടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. ഒന്നാമത്തെ ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണല്ലോ, 2, 4, 6 ഈ ബോണ്ട് പെയറും കൂടെ ചേർന്നപ്പോൾ ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെ നോക്കൂ, ഈ ഓക്സിജന്റെ 2, 4 ബോണ്ട് പെയറും കൂടി അതിനുള്ളതാണ്. അതും കൂടെ വന്നപ്പോൾ 6 ഇലക്ട്രോണുകളെ ആയിട്ടുള്ളൂ, ഒക്ടറ്റ് ആയിട്ടില്ല. അപ്പൊ ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ലോൺ പെയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ലോൺ പെയർ ആയിട്ട് ഒറ്റയ്ക്ക് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ട് ആയിട്ട് എഴുതാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഈ ഓക്സിജന് കൊടുത്തിരുന്ന ഒരു ലോൺ പെയർ ഇലക്ട്രോണിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് വരച്ചു. ഇനി നോക്കാം, നമുക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ നോക്കാം. എഗെയിൻ 2, 4 ഈ ബോണ്ട് പെയർ വന്നപ്പോൾ 6, ഈ ബോണ്ട് പെയർ ഇവിടെ വന്നപ്പോൾ 8 ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെ 2, 4, 2, 6, 2, 8 ഈ ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. സോ ദ സ്ട്രക്ചർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഈസ് ദിസ്. 2 ഓക്സിജൻ വരയ്ക്കുക. ഇവിടെ 2 ലോൺ പെയറുകൾ കാണിച്ചിട്ടുണ്ട്, അതൊന്നും മാറിപ്പോകരുത്. ഈ ലോൺ പെയറുകളൊക്കെ വേണ്ടതാണ് കേട്ടോ. ലൂയിസ് റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ ഈ ഇലക്ട്രോണുകളിൽ ഡോട്ടുകളൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് വേറൊരു മോളിക്യൂൾ നോക്കാം. NF3 നൈട്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5, അറ്റോമിക് നമ്പർ 7 ആണ്. ഫ്ലൂറിൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്, 2, 7. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5, ഫ്ലൂറിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 7. അപ്പൊ ആകെ Q കാൽക്കുലേറ്റ് ചെയ്യും. മോളിക്യൂളിൽ ആകെയുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു നൈട്രജൻ ആറ്റത്തിൽ നിന്ന് 5 പ്ലസ് 3 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, 7 വീതം, P × 7. പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഒന്നുമില്ല, അതുകൊണ്ട് ആകെ ഇലക്ട്രോൺ 7, 3, 21, 5, 26. എണ്ണത്തിൽ കുറവുള്ള ആറ്റത്തിനെ നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് എഴുതി, മറ്റ് ആറ്റങ്ങളെ നമ്മൾ കോർണറായി 3 സൈഡിലായിട്ട് എഴുതി. Now put single bonds. ഒരു സിംഗിൾ ബോണ്ട് വരച്ചു, എന്നിട്ട് ബോണ്ട് പെയറിന്റെ എണ്ണം എഴുതി. ബോണ്ട് പെയർ എത്രയുണ്ട്? 2, 4, 6. ഓരോ വരയിലും 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, 2 4 ഇലക്ട്രോൺ, 4 2 6 ഇലക്ട്രോൺ. അതാണ് ബോണ്ട് പെയർ ഇലക്ട്രോൺ. ലോൺ പെയർ ഇലക്ട്രോണിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാം. ലോൺ പെയർ എന്ന് പറയുമ്പോൾ Q മൈനസ് ബോണ്ട് പെയർ. Q എത്രയായിരുന്നു? 26. ബോണ്ട് പെയർ എത്രയാണ്? 6, 20. ഈ 20 ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഒന്നാമത്തെ ആറ്റം തൊട്ട് തുടങ്ങും. 2, 4, 6 ലോൺ പെയർ വരെ കൊടുക്കാം. പിന്നെ 2 എണ്ണം ബോണ്ട് പെയർ ആണ്. 2, 4, 6, 8, 10, 12, 14, 16, 18. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 20. അപ്പൊ മിച്ചമുള്ളതിന് നമ്മൾ ഇനി ഇവിടെ കൊടുക്കുക, സെൻട്രൽ ആറ്റത്തിന് കൊടുക്കുക. ഉടൻ തുടങ്ങി ഈ കോർണർ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു, ഈ കോർണർ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു, ഈ കോർണർ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. മിച്ചമുള്ള ഇലക്ട്രോണിനെ സെൻട്രൽ ആറ്റത്തിൽ എഴുതി. ഇനി എല്ലാവരുടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ നോക്കിക്കേ. 2, 4, 6 ബോണ്ട് പെയറും കൂടെ വന്നപ്പോൾ 8. ദിസ് ഈസ് ഓക്കെ. 2, 4, 6 ഈ 2 ഇലക്ട്രോണും കൂടെ വന്നപ്പോൾ അയാളുടെ ഒക്ടറ്റ് ഓക്കെ. 2, 4, 6 2 ഇലക്ട്രോൺ കൂടെ വന്നപ്പോൾ ഇയാളുടെ ഒക്ടറ്റും ഓക്കെ. നൈട്രജൻ ആറ്റത്തിൽ 2 ലോൺ പെയർ ഉണ്ട്. 2 ഇലക്ട്രോൺ, 2 ഈ ബോണ്ട്, 2, 2, 4, 2, 6, 2, 8. നൈട്രജന്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഡബിൾ ബോണ്ട് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. This is the structure of NF3. CO, carbon monoxide. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 2, 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാൻ എഴുതിയത്. ഓക്സിജന്റെ 2, 6. Q, കാർബണിൽ നിന്ന് 4, ഓക്സിജനിൽ നിന്ന് 6, ആകെ 10. പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യുക? കാർബൺ വരയ്ക്കുക,
ഓക്സിജൻ വരയ്ക്കുക, ഇടയ്ക്ക് ഒരു സിംഗിൾ ബോണ്ട് വരയ്ക്കുക. അപ്പൊ ബോണ്ട് പേര് എത്രയുണ്ട്? 2. ലോൺ പേര് എത്രയുണ്ട്? 10 ന്ന് 2 കുറയ്ക്കുക, 8. ഓക്സിജൻ ആറ്റത്തിൽ നിന്ന് തുടങ്ങാം. 2, 4, 6, 2, 8. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിനെ കൊടുത്തു. ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണെന്ന് നോക്കി. ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ് അല്ലേ? 2, 4, 6. ബോണ്ട് പേരോടെ വന്നപ്പോൾ 8. കാർബണിന്റെ ഏതോ 2, 2, 4 ഇലക്ട്രോണുകളേ ഉള്ളൂ. ഇനി 4 ഇലക്ട്രോണുകളും കൂടെ വേണം. അതുകൊണ്ട് ഒരു പെയർ ഇലക്ട്രോണിനെ നമ്മൾ എടുത്ത് മാറ്റി ഒരു ബോണ്ടാക്കി, ഡബിൾ ബോണ്ടാക്കി. എന്നിട്ടും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. വീണ്ടും ഒരു ഇലക്ട്രോണിനെ കൂടെ എടുത്ത് മാറ്റി അതും ബോണ്ടാക്കി, ട്രിപ്പിൾ ബോണ്ടായി. Now the octet is complete. 2, 4, 6, 2, 8. ഇയാളുടെ octet complete. Okay. ഇനി നമുക്ക് ചാർജ് ഉള്ള ഒരു സ്പീഷീസ് എഴുതാം. H3O+. ഹൈഡ്രോണിയം അയോണാണ്. ആകെ ഇലക്ട്രോണുകൾ നോക്കൂ. Q is equal to ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, 3 പ്ലസ് ഓക്സിജനിൽ നമ്മുടെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 6 പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഒന്ന് കുറയ്ക്കണം. എത്രയുണ്ട്? 6, 3, 9. 9 നിന്ന് പോയപ്പോൾ 8. ഇനി സെൻട്രൽ ആറ്റം ആരാണ്? ഓക്സിജൻ. എണ്ണത്തിൽ കുറവുള്ളയാണ്. ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. സിംഗിൾ ബോണ്ട് വരച്ചു. ബോണ്ട് പേരെത്ര? ബോണ്ട് പേരെത്ര? 3, 6. ലോൺ പേരെത്ര? 8 - 6 = 2. ഹൈഡ്രജൻ ഇനി ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. ഹൈഡ്രജൻ ആകെ 2 ഇലക്ട്രോൺ അല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഹൈഡ്രജനിൽ ഇനി ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ല, ഈ ഹൈഡ്രജനിൽ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ല, ഈ ഹൈഡ്രജനിൽ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ ആകെ 2 ഇലക്ട്രോൺ, ആ ഷെല്ലിൽ 2 ഇലക്ട്രോണേ മാക്സിമം പറ്റുള്ളൂ. ആകെ ഒരു ഷെല്ലല്ലേ ഹൈഡ്രജൻ ആറ്റത്തിന്. അതിലേക്ക് പിന്നെ കൊണ്ട് ലോൺ പെയർ ഒന്നും വരയ്ക്കാൻ പാടില്ല. പിന്നെ പോയിട്ട് ഈ 2 ഇലക്ട്രോണിനെ എവിടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഓക്സിജൻ ആറ്റത്തിൽ കൊടുക്കാം. ഇനി ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? 2, 4, 6, 2, 8 ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇയാൾക്ക് ഡ്യൂപ്ലെറ്റ് ആണ്. ഡ്യൂപ്ലെറ്റ് എന്നുവെച്ചാൽ ഹൈഡ്രജന് 2 ഇലക്ട്രോണുകൾ മതി, 8 ഒന്നും വേണ്ട. 2 ഇലക്ട്രോണുകൾ കിട്ടുമ്പോൾ തന്നെ അയാളുടെ സ്റ്റെബിലിറ്റി കിട്ടും. ഇനിയുള്ളത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് വന്നാൽ എവിടെ നമ്മൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്? ഷുഡ് ബി ഗിവൺ ഓൺ സെൻട്രൽ ആറ്റം. പോസിറ്റീവ് ചാർജ് വന്നാൽ സെൻട്രൽ ആറ്റത്തിന് കൊടുക്കണം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോണിയം അയോൺ H3O+. വേറൊരു മോളിക്യൂൾ NO2-. NO2-. നൈട്രജൻ ആറ്റത്തിൽ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2, 5. ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. യു കാൽക്കുലേറ്റ് ചെയ്യാം. നൈട്രജൻ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ 5 പ്ലസ് 2 ഓക്സിജൻ ആറ്റം 2 × 6 പ്ലസ് 1. എന്തുകൊണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഒന്ന് കുട്ടിക്ക് 5 പ്ലസ് 6 × 2 12 പ്ലസ് 1 12, 5, 17, 18. NO2 നൈട്രജൻ സെന്ററിൽ എഴുതാം. ഓക്സിജൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എഴുതാം. രണ്ട് ബോണ്ട് ഉണ്ട്. ബോണ്ട് പേർ എത്ര? 4. ലോൺ പേർ എത്ര? അല്ലെ 18 - 4 14. ഓക്സിജൻ ആറ്റത്തിൽ ഇലക്ട്രോണിനെ കൊടുക്കൂ. 2, 4, 6, 8, 10, 12. 2 നൈട്രജനും കൊടുക്കും. 14. ലോൺ പെയറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ നോക്കിക്കേ. 2, 4, 6, 8 ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ്. 2, 4, 6, 8 ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ്. 2, 4, 6 നൈട്രജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് ആവണം. അപ്പൊ എന്ത് ചെയ്യും? ഒരു ലോൺ പെയറിനെ എടുത്ത്
ഡബിൾ ബോണ്ട് ആക്കി വരച്ചു. അവിടുന്ന് വേണേ എടുക്കാം, ഇവിടുന്ന് വേണേ വരയ്ക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കാം, ഇവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എവിടെ വേണേലും വരയ്ക്കാം. പക്ഷെ എവിടെയാണോ ഡബിൾ ബോണ്ട് വരച്ചിരിക്കുന്നത് അത് ഇപ്പുറത്തെ ഓക്സിജൻ ആറ്റത്തിൽ നിന്ന് ഇവിടെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ലോൺ പെയർ കുറവായിരിക്കണം കാണിക്കുന്നത്. ഇവിടുന്ന് ലോൺ പെയറിനെ എടുത്ത് ഇവിടെ വരയ്ക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ലോൺ പെയറിനെ എടുത്ത് ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് വരച്ചു. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. Now there is a negative charge. അത് നമ്മൾ എവിടെ കൊടുക്കും? ഡബിൾ ബോണ്ട് ഇല്ലാത്തടത്ത് നെഗറ്റീവ് ചാർജ് കൊടുക്കും. പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ, അതെന്താ അങ്ങനെ കൊടുത്തതെന്ന് നിങ്ങൾക്കൊരു സംശയം വരുവാണെങ്കിൽ there is another thing known as formal charge. ഇങ്ങനെ വരുന്ന കേസുകളിൽ ചാർജ്, ഇങ്ങനെ വരുന്ന കോർണർ ആറ്റങ്ങളിലെ ചാർജുകൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് പറയുന്ന പേരാണ് ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ആ ആറ്റത്തിലെ ആകെ വാലൻസ് ഇലക്ട്രോൺസ്, ഓരോ ആറ്റത്തിലെയും ഫോർമൽ ചാർജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ മൈനസ് ആ ആറ്റത്തിൽ കാണിച്ചിരിക്കുന്ന ലോൺ പെയർ ഇലക്ട്രോൺസ്. total valence electron on that atom minus total lone pair of electrons on that atom minus bond pair electrons divided by 2. Bond pair electron divided by 2. ഈ കേസ് നോക്കാം. എവിടെയാണ് ചാർജ് വരുന്നത്? NO2. ഇത് ഒന്നാമത്തെ ആറ്റം, ഇത് രണ്ടാമത്തെ ആറ്റം, ഇത് മൂന്നാമത്തെ ആറ്റം എന്ന് വിചാരിക്കുക. ഓരോ ആറ്റത്തിലെയും ചാർജ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഒന്നാമത്തെ ആറ്റം ആരാണ്? ഒന്നാമത്തെ ആറ്റത്തിലെ ഫോർമൽ ചാർജ്. ഒന്നാമത്തെ ആറ്റം ആരാണ്? ഓക്സിജൻ ആറ്റമാണ്. ഓക്സിജൻ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ എത്ര? 6. ഓക്സിജൻ ആറ്റത്തിൽ എത്ര ലോൺ പെയറുകൾ കാണിച്ചിട്ടുണ്ടെന്ന് നോക്കൂ. 2, 4, 6 ലോൺ പെയറുകൾ എഴുതിയിട്ടുണ്ട്. 6 ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉണ്ട്. മൈനസ് എത്ര ബോണ്ട് വരച്ചിട്ടുണ്ട്? ഒരു ബോണ്ടേ വരച്ചിട്ടുള്ളൂ. ബോണ്ട് പെയർ ഇലക്ട്രോണിന്റെ എണ്ണം 2. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ. 2 ഡിവൈഡഡ് ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യാം. 6 minus 6 minus 1, 6 minus 7 that is equal to 1. So we put a negative charge. രണ്ടാമത്തെ ആറ്റം നോക്കാൻ, നൈട്രജൻ ആറ്റം. ഫോർമൽ ചാർജ് ഈക്വൽസ് നൈട്രജൻ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 5 മൈനസ് ലോൺ പെയർ എത്ര കാണിച്ചിട്ടുണ്ട്? 2 ഇലക്ട്രോണുകൾ മൈനസ് എത്ര ബോണ്ട് ഉണ്ട്? ഇവിടെ ഒരു ബോണ്ട്, 1, 2, 3 ബോണ്ട് ഉണ്ട്. 3, 6 ഇലക്ട്രോണുകൾ ഡിവൈഡഡ് ബൈ 2. 5 മൈനസ് 2 മൈനസ് 3. 5 മൈനസ് 5 0. മൂന്നാമത്തെ ആറ്റം നോക്കാം. അപ്പൊ നൈട്രജൻ ആറ്റത്തിൽ ചാർജ് ഒന്നുമില്ല. ഓക്സിജൻ ആറ്റത്തില് മൂന്നാമത്തെ ഓക്സിജൻ ആറ്റം ഫോർമൽ ചാർജ് ഈക്വൽസ് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 6. ലോൺ പെയർ എത്ര കാണിച്ചിട്ടുണ്ട്? 2 2 4 മൈനസ് ബോണ്ട് എത്രയുണ്ട്? 2 ബോണ്ട് ഉണ്ട്. 2 2 4 ബൈ 2. 6 മൈനസ് 4 മൈനസ് 2. 4 2 6 മൈനസ് 6 0. നെഗറ്റീവ് ചാർജ് എവിടെയാണ് എടുക്കുന്നത്? ഓൺ ദി ഫസ്റ്റ് ഓക്സിജൻ ആറ്റം. അതാണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ഏത് കോർണർ ആറ്റത്തിലാണ് ചാർജ് വരുന്നതെന്ന് എഴുതുന്നത്. കോർണർ ആറ്റത്തിലാണ് നെഗറ്റീവ് ചാർജ്, ആ ചാർജ് എവിടെയാണ് വരുന്നത്. അപ്പൊ ഫോർമൽ ചാർജ് എന്ന് മാത്രമായിട്ട് ചിലപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. Calculate the formal charge on each atom in ozone molecule. ഓസോൺ മോളിക്യൂളിൽ എന്താണ്? O3. 3 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഈ 3 ഓക്സിജൻ ആറ്റത്തിലുള്ള ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനാദ്യം നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കണം.
ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക? ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യൂ 6 × 3 18 വാലൻസ് ഇലക്ട്രോണുകളുണ്ട്, ചാർജ് ഒന്നുമില്ല. ദെൻ ഓക്സിജൻ വരച്ചു, മറ്റൊരു ഓക്സിജൻ വരച്ചു. 3 ഓക്സിജൻ ആറ്റങ്ങളല്ലേ, സെൻട്രൽ കോർണർ എന്നൊന്നും നമുക്ക് സെപ്പറേറ്റ് പറയാനില്ല. എന്നിട്ട് ഓരോ ബോണ്ട് വരച്ചു. ബോണ്ട് പേർ എത്രയുണ്ട്? 2 2 4. ലോൺ പേർ എത്രയുണ്ട്? 18 - 4 = 14. അരികിലിരിക്കുന്ന ഓക്സിജൻ ആറ്റത്തിൽ കൊടുക്കാം. 2 4 6 8 10 12. ഈ മിച്ചമുള്ളത് സെൻട്രൽ ആറ്റത്തിന് 14 ആറ്റങ്ങളെയും കൊടുത്തു. ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? 2 4 ഇത് കൂടി ചേർന്നപ്പോൾ 8 കംപ്ലീറ്റ് ആണ്. 2 4 6 8 ഇത് കംപ്ലീറ്റ് ആണ്. 2 4 6. ഈ ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു ലോൺ പെയറിനെ എടുത്തു, എന്നിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു. octet is complete. Octet complete, octet complete, octet complete. Now this is the structure of the charge. This is the structure of ozone molecule. Now calculate the formal charge. ഈ ഓക്സിജൻ 1 എന്ന് കൊടുക്കുക, ഈ ഓക്സിജൻ 2 എന്ന് കൊടുക്കുക, ഈ ഓക്സിജൻ 3 എന്ന് കൊടുക്കുക. Formal charge on O1. എന്താണ് ഇക്വേഷൻ? വാലൻസ് ഇലക്ട്രോൺ. എന്താണ് V? വാലൻസ് ഇലക്ട്രോൺസ്. എന്താണ് L? ലോൺ പെയർ ഇലക്ട്രോൺസ്. What is B? Bond pair electrons. ഓക്സിജൻ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്, മൈനസ് ഇത് ഓക്സിജൻ 1 ഇതല്ലേ. എത്ര ലോൺ പെയർ ഉണ്ടെന്ന് നോക്കൂ? 2 4 6 ലോൺ പെയർ ഉണ്ട്, മൈനസ് എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ടാണ് ഉള്ളത്. ഒരു ബോണ്ട് ഉണ്ട്, ആ ഒരു ബോണ്ടിന് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 6 - 1 6 - 7, that is equal to 1 minus 1. That is the formal charge on oxygen 1. Formal charge on oxygen 2. Valence ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ് രണ്ടാമത്തെ. എത്ര ലോൺ പെയർ? 2. എത്ര ബോണ്ട്? 2 4 6. ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോണുകൾ എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇതിൽ 2 ഇലക്ട്രോൺ, 2 ബോണ്ട് പെയർ. ഇത് ബോണ്ട് പെയർ ആണ്. 2 2 4 4 2 6 6/2. 6 - 2 - 3 അപ്പോൾ എത്ര വരും? 1. Formal charge on O3. 6 - 2 2 4 മൈനസ് 2 ബോണ്ട് 2 2 4/2. 6 - 4 - 2. അപ്പൊ ഇത് മിക്കവാറും പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജിനുള്ള ഇക്വേഷൻ ഓർക്കുക. V - L - V/2. V എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ്, L എന്ന് പറയുന്നത് ലോൺ പെയർ ഇലക്ട്രോൺസ്, B എന്ന് പറയുന്നത് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. So this is the method. This is the method to represent Lewis structure for molecules. ഈ രീതിയിലാണ് നമ്മൾ ലൂയിസിന്റെ രീതിയിൽ മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലൂയിസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്തിനാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? എന്തിനാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? ടു കംപ്ലീറ്റ് ദെയർ octet. So that is known as the octet rule. So what is octet rule? Atoms combine to form molecules to complete their octet. Octet rule. എന്താണ് octet rule? Atoms combine to form molecules to complete 8 electrons
ENS എന്ന് ഞാൻ എഴുതിയത് ഇലക്ട്രോൺസ് എന്നാണ്. ഇൻ ദെയർ വാലൻസ് ഷെൽ. അതിന് പറയുന്ന പേരാണ് ഒക്ടറ്റ്. ഒക്ടറ്റ്. അപ്പോ ഇതാണ് ഒക്ടറ്റ് റൂൾ. ഇതാണ് ലൂയിസ് പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ LiCl മോളിക്യൂൾ ഉണ്ട്. ഇങ്ങനെ LiCl ഉണ്ടായത് ലിത്തിയം ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലിത്തിയം? 2 1. അതിലൊരു ഇലക്ട്രോണിനെ ക്ലോറിൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തു. ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. അതിലൊരു ഇലക്ട്രോണും ലിത്തിയത്തിന്റെ ഒരു ഇലക്ട്രോണും കൂടെ ഷെയർ ചെയ്ത് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായി. ക്ലോറിൻ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. Then what about lithium? ലിത്തിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ ഇപ്പോൾ 2 ഇലക്ട്രോണേ വന്നിട്ടുള്ളൂ. But the lithium chloride molecule is there. It is stable. How? Beryllium chloride. ലിത്തിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രോണിനെ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തു. ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ക്ലോറിൻ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. What about beryllium? It is not complete. BF3. ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രോണിനെ ബോറോണുമായിട്ട് ഷെയർ ചെയ്തു. Its octet is complete, but the boron has only 6 electrons in its outer shell. Its octet is not complete. Now there is another molecule. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? There are incomplete octet. Incomplete octet ആണ് ഇവരുടെ എല്ലാ അവസ്ഥ. വേറൊരു കേസ് ഞാൻ പറയാം. NO. നൈട്രജൻ ആറ്റത്തിൽ there is a single electron on nitrogen atom. ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്കിരിപ്പുണ്ട്. NO എന്ന് പറയുന്ന മോളിക്യൂൾ. NO2 എന്ന് പറയുന്ന മോളിക്യൂൾ ഇതുപോലെ തന്നെ. ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്തൊക്കെ സിംഗിൾ ഇലക്ട്രോൺ, സാധാരണ ഇലക്ട്രോൺ പെയർ ചെയ്തിട്ടാണ് ഇരിക്കുക. നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ല. നൈട്രജൻ ആറ്റത്തിൽ ഒരു ഒറ്റയ്ക്കായ ഇലക്ട്രോൺ ഇരിക്കണം. ഒറ്റയ്ക്കിരിക്കുന്ന ഇലക്ട്രോൺ നമ്മൾ ഓഡ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. NO എന്ന് പറയുന്ന മോളിക്യൂളും NO2 എന്ന് പറയുന്ന മോളിക്യൂളും ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളാണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. Then there is another case, SF6. SF6 എന്ന് പറഞ്ഞാൽ സൾഫർ ആറ്റത്തിന് ചുറ്റും 6 ഫ്ലൂറിൻ ആറ്റങ്ങളാണ്. അപ്പൊ എത്ര ബോണ്ടുകളുണ്ട്? 6 കോവലൻ ബോണ്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 6 സിംഗിൾ ബോണ്ട്സ്. 6 സിംഗിൾ ബോണ്ടിലും കൂടെ ഫ്ലൂറിൻ ആറ്റത്തിന്റെ ഒക്ടറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി. സൾഫറിന്റെ അവസ്ഥ നോക്കൂ. സൾഫർ ആറ്റത്തില് ഈ ബോണ്ടിൽ നിന്ന് 2 ഇലക്ട്രോൺ, ഈ ബോണ്ടിൽ നിന്ന് 2 ഇലക്ട്രോൺ, 2 2 4, ഇവിടുന്ന് 2 6, ഇവിടുന്ന് 2 8, ഇവിടുന്ന് 2 10, ഇവിടുന്ന് 2 12. ഒക്ടറ്റിന്റെ ഒക്കെ കഥയൊക്കെ കഴിഞ്ഞു പോയി. 8 12 ഇലക്ട്രോണുകളുണ്ട് സൾഫർ ആറ്റത്തിന് ചുറ്റും. PCl5. ക്ലോറിൻ ആറ്റമാണ്. എത്ര ബോണ്ടുകളുണ്ട്? PCl5 എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആറ്റത്തിന് ചുറ്റും 5 ബോണ്ടുകൾ. 5 ബോണ്ടിൽ നിന്നും 2 ഇലക്ട്രോൺ. ഫോസ്ഫറസിന്റെ ഔട്ടർ ഷെല്ലിൽ 10 ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് ബിയോണ്ട് ഒക്ടറ്റ്. അപ്പൊ ഇതൊക്കെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. എക്സ്പാൻഡഡ് ഒക്ടറ്റ്. അപ്പൊ അവിടെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉണ്ട്, ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉണ്ട്. All these are limitations of octet rule.
ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എന്താണ്, ഒരാളൊരു കാര്യം കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും അതിന് ബദലായിട്ട് ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്ന്. അങ്ങനെ വന്നതാ. ഒക്ടറ്റ് റൂളോ അല്ലെങ്കിൽ 8 ഇലക്ട്രോണുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ലൂയിസ് ഒക്കെ നല്ല മിടുക്കനായിട്ട് ഇരുന്നപ്പോഴാണ് ഓരോ കേസും നോക്കിക്കൊണ്ട് വരുന്നത്. എന്താ കേസ്? കിടക്കുന്ന ബെർലിയം ക്ലോറൈഡ്, എവിടെ ഒക്ടറ്റ്? കിടക്കുന്ന ബോറോൺ ട്രൈഫ്ലൂറൈഡ്, എവിടെ ഒക്ടറ്റ്? നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, ഇതിനകത്തൊക്കെ എവിടെ ഒക്ടറ്റ്? എന്നാ അദ്ദേഹത്തിന്റെ സൾഫർ SF6 വന്നപ്പോഴേക്കും ഇതേ പെട്ടും കഴിഞ്ഞു പോയി 12 ഇലക്ട്രോൺസ്. PCl5 വന്നപ്പോഴുണ്ട്, അവിടെയും ഉണ്ട് 10 ഇലക്ട്രോൺസ്. ഈ H2SO4 എന്ന് പറയുമ്പോൾ സൾഫർ ആറ്റത്തിന് ചുറ്റുമുണ്ട് 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ. പിന്നെയും ഉണ്ട്, ഏതാണ്? XeF2, XeF4 compounds of noble gas. നോബിൾ ഗ്യാസിനെ കണ്ടുകൊണ്ടാണല്ലോ ഈ പണിക്കെല്ലാം ഇവരെല്ലാം ഇറങ്ങി തിരിച്ചത്. നോബിൾ ഗ്യാസിന് 8 ഇലക്ട്രോൺ ഉണ്ട്, ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വെറുതെ ഇരിക്കുന്നു, അവർക്ക് പണി ചെയ്യേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം കൂടെ വരെ റിയാക്ഷൻ നടത്താനും കോമ്പൗണ്ട് ഉണ്ടാക്കാനും ഒക്കെ പോയത്. അപ്പൊ അതേ അതിലൊരുത്തൻ ഇറങ്ങിയിരുന്നു കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. സിനൻ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ്. അയാൾ ഇതേ കോമ്പൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറയാ, അതെന്താ അങ്ങനെ? 8 ഇലക്ട്രോൺ മതി എന്നല്ലേ പറഞ്ഞത് ഔട്ടർ ഷെല്ലില്, പിന്നെന്തിനാ ഇവര് കമ്പൈൻ ചെയ്തത്? അപ്പൊ അതും പ്രശ്നമാണ്. അത് മാത്രമല്ല ഈ ഒക്ടറ്റ് റൂള്, അപ്പൊ ഒക്ടറ്റ് റൂൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒക്ടറ്റ് റൂളിന്റെ ഒരു ലിമിറ്റേഷൻ, 1 ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, 2 ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്, 3 എക്സ്പാൻഡഡ് ഒക്ടറ്റ്, 4 compounds of noble gases, 5 no idea about the shape or the shape of molecule. മോളിക്യൂളിന്റെ ഷേപ്പിനെ പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അങ്ങനെ ബോണ്ടൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇത് ട്രൈഗണൽ പ്ലേനാർ ആണോ, ടെട്രാഹിഡ്രൽ ആണോ, ഒക്ടാഹിഡ്രൽ ആണോ, ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഷേപ്പ് പറയും, മോളിക്യൂളിന്റെ ഷേപ്പ്, ഓരോ മോളിക്യൂളിന് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്, അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നോ ഐഡിയ അബൌട്ട് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. ഇതെല്ലാം ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസ് ആണ്.